പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് 22:12 പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. നമുക്ക് വളരെയേറെ പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു തിരുവചനമാണ് ഇത്. എല്ലാ തിരുവചനങ്ങളും ആശ്വാസപ്രദങ്ങളാണ്. എന്നാൽ ഈ ഒരു തിരുവചനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ കഷ്ടപ്പാടുകൾക്കും നമ്മുടെ ദുഃഖദുരിതങ്ങൾക്കും നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം നമുക്ക് ലഭിക്കും. തിന്മ ചെയ്യുകയാണെങ്കിൽ തിന്മയുടെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അപ്പോൾ നന്മ ചെയ്തുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് ഈ തിരുവചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് യേശു തൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമുക്ക് നൽകാൻ പോകുന്നത്. നല്ല രീതിയിൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവർക്ക് ലഭിക്കുന്നതാണ് പ്രതിഫലമാണ് നിത്യജീവൻ. എന്നാൽ തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതാണ് നിത്യ നരകം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:10 സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. ഈ തിരുവചനവും നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മത്തായി 10-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ യേശു പറയുകയാണ്, പ്രവാചകനെ പ്രവാചകനായി കാണുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി കാണുന്നവർക്ക് അല്ലെങ്കിൽ സ്വീകരിക്കുന്നവർക്ക് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഒരുവനെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുകയാണ്. നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആശയാണ് ഉള്ളിലുള്ളത്. അങ്ങനെയെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർ നമ്മെ ദുഷിച്ച് സംസാരിക്കുമ്പോൾ, നമ്മെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ നാം കൂടുതൽ സന്തോഷിക്കണം. അപ്പോഴാണ് നമുക്ക് പ്രതിഫലം കൂടുതലായിട്ട് ലഭിക്കുന്നത്. ശത്രുക്കളോട് നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രതിഫലത്തിൻ്റെ ചിന്ത ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ദുഷിച്ചു പറയുമ്പോൾ നാം ദുഃഖത്തിലും നിരാശയിലുമായി മാറുന്നു. നാം മനസ്സാ വാച കർമ്മണ ചെയ്യാത്ത പ്രവർത്തികൾ സംഭവിച്ചു അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നാം കണ്ണുനീരിൽ ആണ്ടുപോവുകയാണ്. എന്നാൽ പ്രതിഫല ചിന്തയുണ്ട് എന്ന് നാം പ്രതീക്ഷയോടെ നോക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയാണ് ലഭിക്കുന്നത്. നിത്യ നരകത്തിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ വചനങ്ങൾ നമ്മെ സഹായിക്കും. മത്തായി 5:10-12 വരെയുള്ള തിരുവചനങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. മത്തായി 25:31 അവസാന വിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വസ്ത്രം ഇല്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നതും ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുന്നതും വിശക്കുന്നവനുമായിട്ട് നമ്മുടെ ഭക്ഷണം പങ്കുവെക്കുന്നതും അവഗണനയിൽ കഴിയുന്നവരെ പരിഗണിക്കുന്നതും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും എല്ലാം നമുക്ക് സ്വർഗരാജ്യം നേടിത്തരും.
മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ പ്രവൃത്തികളും യേശുവിന് തന്നെയാണ് നാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും വളരെ വലുതാണ്. ലൂക്കാ 10:36 നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ യേശു പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. നമ്മുടെ സഹായം അർഹിക്കുന്നവരായി കാണുന്ന വ്യക്തികളെയെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവർക്ക് വേണ്ട സഹായം നാം ചെയ്തു കൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുകയാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോഴും ദാനധർമ്മം ചെയ്യുമ്പോഴും ദശാംശം കൊടുക്കുമ്പോഴും നമ്മെ തള്ളിപ്പറയുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുമ്പോഴും സമാധാനവും ഐശ്വര്യവും സ്ഥാപിക്കാനായിട്ട് നാം പരിശ്രമിക്കുമ്പോഴും അതിനായി നാം നിലകൊള്ളുമ്പോഴും സ്വർഗത്തിൽ നാം നിക്ഷേപം കരുതി വയ്ക്കുകയാണ്. നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോൾ സ്വന്തം ചെയ്യാൻ പ്രയാസമാണ്. എന്നാൽ നാം ഒന്ന് കുരിശിലേക്ക് നോക്കുക, ക്ഷമിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.